സുതാര്യമായും എല്ലാ ചട്ടങ്ങളും പാലിച്ചും നടപ്പാക്കിയ പദ്ധതിയാണ് പുനർജനിയെന്ന മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദ്. CBI അടക്കം ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. സർക്കാരുമായും സഹകരിച്ച് പദ്ധതികൾ നടപ്പാക്കുന്ന സന്നദ്ധ സംഘടനയാണ് മണപ്പാട് ഫൗണ്ടേഷനെന്നും സാമ്പത്തിക ഇടപാടുകളിൽ VD സതീശന് ഒരു ബന്ധവുമില്ലെന്നും അമീർ അഹമ്മദ് മീഡിയ വണിനോട് പറഞ്ഞു. വടക്കൻ പറവൂർ മണ്ഡലത്തിലെ പുനർജനി പദ്ധതിയുടെ നടത്തിപ്പ് നിർവഹിച്ച മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെ CBI അന്വേഷണത്തിനാണ് വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുള്ളത്. അന്വേഷണം സ്വാഗതം ചെയ്ത ഫൗണ്ടേഷൻ എല്ലാം സുതാര്യമായാണ് ചെയ്തിട്ടുള്ളതെന്നും പ്രതികരിച്ചു. ഞങ്ങൾ FCR അക്കൗണ്ട് നിങ്ങൾ പറഞ്ഞ വളരെ സുതാര്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ആൾക്കാരാണ്. അത് എല്ലാ കൊല്ലം FCRയുടെ റിട്ടേൺസ് ഫയൽ ചെയ്യണം. അതിൽ എന്തെങ്കിലും അപാകത നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് ഒരിക്കലും വിടൂല. എൻ്റെ FCR 2023 രണ്ടാമത് റിന്യൂ ചെയ്തതാണ്. 2018 ഈ പ്രോജക്റ്റ് നടക്കുന്നത്. ഈ 19, 20, 21 കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ പ്രശ്നങ്ങളും ബഹളങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ്. എന്നിട്ടും ഞങ്ങൾക്ക് റിന്യൂ ചെയ്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ പ്രൂഫ് ദാറ്റ് ദർ ഈസ് നത്തിങ് ടു ഹൈഡ്. സാമ്പത്തിക ഇടപാടുകളെല്ലാം താനാണ് നടത്തിയതെന്നും VD സതീശന് അതിൽ ബന്ധമില്ലെന്നും അമീർ ബാബു പറഞ്ഞു. VD സതീശന് പണസംബന്ധമായിട്ടൊരു സംഗതിക്കില്ല. എല്ലാ ചെക്കുകളും ഒപ്പിട്ടിരിക്കുന്നത് ഞാനാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെയാണ് ഉത്തരവാദപ്പെടുത്തേണ്ടത്, അല്ലാതെ അതിൽ കൂടുതലൊന്നുമില്ല. കേരള വർമ്മ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പദ്ധതി നടത്തുക സർക്കാരുമായി യോജിച്ചാണ്. സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നല്ലോ സ്കൂളുകൾ പുനരുദ്ധരിക്കുക എന്നുള്ളത്. അതിൽ ഞങ്ങൾ മണപ്പാട്ട് ഫൗണ്ടേഷൻ വാസ് എ ഇൻറ്റഗ്രൽ പാർട്ട്. കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മണപ്പാട് ഫൗണ്ടേഷൻ ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ നിരവധി സാമൂഹ്യ സേവന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. മീഡിയ 1 കൊച്ചി.